ഫ്രാൻസിസ് മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സങ്കീർണമായി തുടരുന്നു. ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജെമല്ലി ആശുപത്രിയിലാണ് ഇപ്പോൾ പാപ്പയുള്ളത്. 5 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അപർണ, 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം അതിലൊരു ഘടകമാണ്. ന്യൂമോണിയയെ ചെറുക്കുന്നതിൽ പ്രായം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രാർത്ഥിക്കണമെന്ന് പാപ്പ പറയുമ്പോഴും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അതീവ സങ്കീർണമായ അവസ്ഥയിൽ കൂടെ മാർപ്പാപ്പ കടന്നു പോകുന്നു എന്നാണ് വത്തിക്കാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ശ്രീജ, അദ്ദേഹം വളരെ ഇപ്പോൾ 88 പിറന്നാൾ അദ്ദേഹം ഡിസംബറിൽ ആഘോഷിച്ചു കഴിഞ്ഞതാണ്. അതായത് അത്രയും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ കൂടിയാണ്. ചെറുപ്പത്തിൽ തന്നെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് പണ്ട് തന്നെ മുറിച്ചു മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ശിശിരകാലത്തും ഒരു ബ്രോങ്കൈറ്റിസ് ബാധിതനാകുന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ ഈ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖത്തെ തുടർന്ന് നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ 5 ദിവസമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ, അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ റോമിലെ ജെമല്ലി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇന്നലെ നടത്തിയ CT സ്കാനിലാണ് 2 ശ്വാസകോശങ്ങളിലും അണുബാധയുള്ളതായി, ന്യൂമോണിയ ബാധയുള്ളതായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഏത് രീതിയിലാണ് അദ്ദേഹം അത് അതിജീവിക്കുക എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ തവണ 88ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്തും അദ്ദേഹം അനാരോഗ്യം കാരണം രാജിവെച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ ഇത് ഈ ഒരുപക്ഷെ പാപ്പൽ കോൺക്ലേവ് വളരെ പെട്ടെന്ന് നടന്നേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ വന്നപ്പോഴും തൻ്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ പ്രസ്താവനയിലൂടെയൊക്കെ അങ്ങനെ ഉണ്ടാവുകയില്ല, തനിക്ക് പ്രായമായിട്ടുണ്ട്, പക്ഷെ താൻ രാജിവെച്ച് ഒഴിയേണ്ട കാര്യമില്ല, അനാരോഗ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2021 അദ്ദേഹത്തിന് വൻകുടലിനെ ബാധിക്കുന്ന രോഗം ഭേദമാക്കാൻ ശസ്ത്രക്രിയ ചെയ്തിരുന്നു. 2023 ഹെർണിയ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും ഇതുപോലെ കോൺക്ലേവ് ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം വന്നതാണ്. അതെല്ലാം നിഷേധിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല. വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വർഷമാണ് ഇത്തവണ. 1/4 നൂറ്റാണ്ടിൽ ഒരിക്കൽ നടത്തുന്ന ആഘോഷത്തിലൊക്കെ ഏകദേശം 30 ദശലക്ഷം പേരൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോപ്പിന്റെ അനാരോഗ്യം അത് വിശ്വാസികളെ ഏറെ ആശങ്കയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഇനി അടുത്തത് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ മോശം അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ ആരായിരിക്കും അടുത്ത പോപ്പ് എന്നതടക്കമുള്ള ചർച്ചകൾ പോലും തുടങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. 253 കർദിനാൾമാരാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 140 പേർ 80 വയസ്സിന് താഴെയുള്ളവരാണ്. അതിൽ തന്നെ ഇറ്റാലിയൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റാറെ കോളേജ് ഓഫ് കർദിനാൾമാരുടെ ഡീൻ എന്ന നിലയിൽ തുടരാനുള്ള ഒരു എക്സ്റ്റൻഷൻ അദ്ദേഹം ഈ ആശുപത്രി ഫെബ്രുവരി 6 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ കോൺക്ലേവിലേക്ക് നടക്കാനുള്ള ഒരു പ്രക്രിയ തൻ്റെ തന്നെ മേൽനോട്ടത്തിൽ അതിൽ ഉറപ്പുവരുത്താനുള്ള നീക്കമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പമാണ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുടർന്ന പരാമർശം വന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില നീക്കങ്ങൾ അടുത്ത മാർപ്പാപ്പയെ തീരുമാനിക്കുന്നതിലുണ്ടാകും. അമേരിക്കൻ ഭരണകൂടം ഇതിനകത്ത് കോൺക്ലേവിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയേക്കും എന്ന് വിലയിരുത്തപ്പെടലുകളുമുണ്ട്. അതിനിടയിൽ കൂടിയാണ് തൻ്റെ ഒരു തീരുമാനം കൂടി നടപ്പാവട്ടെ എന്ന തരത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഇറ്റാലിയൻ കർദിനാളിനെ എക്സ്റ്റൻഷൻ കാലാവധി കൊടുത്തത് എന്ന് പറയുന്നു. ഇങ്ങനെ ചില നീക്കുപോക്കുകൾ, ചില ചർച്ചകൾ നടക്കുമ്പോഴും വലിയ പ്രാർത്ഥനയിലാണ് വിശ്വാസികൾ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞതായി വത്തിക്കാൻ പുറത്തോട്ട് വരുന്നു. പക്ഷേ നില അതീവ സങ്കീർണമാണ്, ആശങ്കാഭരിതമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിടുകയും അത്തരത്തിലുള്ള നിലപാടുകൾ വളരെ വ്യക്തമാക്കുകയും ചെയ്ത അർജന്റീനയിൽ നിന്ന് വന്ന പുരോഹിതൻ കൂടിയാണ്. അദ്ദേഹം ഏറെ മതിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ തുറന്ന അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കൊപ്പം ലോകവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി അദ്ദേഹം ആരോഗ്യവാനായി പതിവ് പോലെ മുമ്പൊക്കെയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. അതുപോലെ തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോകം മുഴുവൻ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.